നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജീവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇത്രയും ദൂരം വന്നത്? എന്നിട്ട് വീണ്ടും പഴയ ജീവനല്ല, അസുഖവും കിടപ്പും ഒക്കെ ജീവനെ മാറ്റിയിട്ടുണ്ട്. അത് ആരെ നോക്കി? വന്നേ. മോളെ, ആന്റി. എന്നോട് ശിവനെങ്കിലും വിളിച്ചു പറഞ്ഞതാ. നിത്യയുടെ കാര്യം അറിഞ്ഞപ്പോ ഓടിപ്പോന്നു. എന്തൊരു പോക്ക ആന്റി നിങ്ങൾ പോയെ. ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? മോളെ, അത് രഘുവങ്ങളിനെ വിളിക്കാത്തവര് പിന്നെ എങ്ങനെയാ എന്നെ വിളിക്കുന്നത് അല്ലേ? ആരെയും വിളിക്കാതിരുന്നത് തെറ്റാണ് മോളെ. പക്ഷെ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ പേടിച്ചിട്ടല്ലാതെ ശ്വാസം പോലും വലിച്ചിട്ടില്ല ഞങ്ങള്. അങ്ങനെ ഒരു ഗതികേടിലായിപ്പോയി മോളെ. ഒരേ ഒരാൾ കാരണം. നീ എന്താടാ ആന്റിയോടൊന്നും സംസാരിക്കാത്തത്? ആന്റി, ഇവനിപ്പോ അസിസ്റ്റന്റ് കളക്ടറാണ്, പോസ്റ്റിംഗുമായി. ഞാൻ എപ്പോഴും രഘുവേട്ടനോട് പറയുന്ന ഒരു പേരാണ് ഇവന്റേത്. ഞങ്ങളോടൊക്കെ ഇടപഴകിയതും നല്ല രീതിയിൽ പെരുമാറിയതും ഒക്കെ ഓർക്കുമ്പോ പറഞ്ഞു പോകും. മോൻ എത്ര ഉയരത്തിലെത്തുന്നതും ആന്റിക്ക് സന്തോഷമാണ്. ആ ആന്റി, നിത്യ എവിടെ? എനിക്ക് അവളെ ഒന്ന് കാണണം. വാ. ആന്റി, ഇവിടെ ആന്റി മാത്രമേ ഉള്ളൂ? അല്ല മോനെ, എല്ലാവരും വന്നും പോയൊക്കെ നിൽക്കുന്നു. വാ. മോനെ, നീ വരുന്നില്ലേ? ആ, അവനെപ്പോഴും കോളുകളാ ഓഫീസിൽ നിന്ന്. വലിയ ഉദ്യോഗസ്ഥനായി പോയപ്പോ നമുക്കെന്താ പറയാൻ പറ്റുക? നിത്യ, നിത്യ, സാറ, വേണ്ട, എഴുന്നേക്കണ്ട. അപ്പൊ ഓർമ്മയുണ്ടല്ലേ നിനക്ക്? ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവുമ്പോ ഇടയ്ക്കൊരു വിളിയൊക്കെ ആവുമായിരുന്നു നിനക്ക്. അമ്മ ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ടെൻഷൻ കൂടിയിട്ടാന്നാ ഡോക്ടർ പറഞ്ഞത്. റെസ്റ്റും പറഞ്ഞു. സാറയ്ക്ക് വല്ലാത്തൊരു മാറ്റം അല്ലേ അമ്മേ? അത് കുറെ കാലത്തിന് ശേഷം കാണുന്നതുകൊണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തളർന്ന ശരിയാവോ? ഹോസ്പിറ്റലൊക്കെ കിടക്കുക എന്ന് പറഞ്ഞാല്
എന്തൊരു പാടാന്നേ. പിന്നെ ഞാൻ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ നിന്നെ ഇവിടെ കിടത്തില്ലായിരുന്നു. പകരം എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ വിളിച്ചോണ്ട് പോവായിരുന്നു. അതോടുകൂടി ആ ഒരു ടെൻഷൻ അങ്ങനെ അങ്ങ് പോവായിരുന്നു. പുറത്തു പോകാനെന്നും പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഇവളെ വിളിക്കും, വരില്ല. അല്ല, വന്നാലും വലിയ പ്രയോജനമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒപ്പം നടന്നാലും പറയാനുള്ള കാര്യങ്ങള് ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും, ഞാനിപ്പോ വരാം. സാറ ഇരിക്കെ. സാറ തനിച്ചാണോ വന്നേ? അല്ല, പുറത്ത് മനുണ്ട്. അവനെന്താ വരാത്തെ? അവൻ ഏതോ കോളില്ല. പിന്നെ അവനിപ്പോ അസിസ്റ്റന്റ് കളക്ടറാണ്. എന്റെ ഈശ്വര, നമ്മുടെ മനുവോ? അത്രയ്ക്കൊക്കെ എത്തിയോ അവൻ? അവൻ വാശിയോടെ പഠിച്ചു. അവന്റെ ഡെഡിക്കേഷനുള്ള പ്രതിഫലം തന്നെയാണ്. ഞാൻ ആന്റിയോട് പറയായിരുന്നു, ഒരേ ഒരാൾ കാരണം എത്ര പേരാ കരയുന്നത്. ജീവൻ ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കട്ടെ. ജീവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെയോ? അതെ, കുറെ കാലം സുഖമില്ലാതെ കിടക്കായിരുന്നു. അമ്മയാ ആദ്യം കണ്ടത്. പിന്നെ സുഖായപ്പോ വീട്ടിലേക്ക് വന്നു. എന്തൊക്കെയാ നീ പറയുന്നേ? ജീവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇത്രയും ദൂരം വന്നത്? എന്നിട്ട് വീണ്ടും പഴയ ജീവനല്ല. അസുഖവും കിടപ്പും ഒക്കെ ജീവന് മാറ്റിയിട്ടുണ്ട്. ജീവനിപ്പോ നല്ലൊരു മനുഷ്യനാ സാറ. എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാം, എന്തും പൊറുക്കാനും അറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.